So hey, what's up people, you are watching Catchy camera. Welcome back to another video. So guys, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈൽ എഡിറ്റിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു എഡിറ്റിംഗ് ആണ്. എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഒക്കെ ഫ്രീ ഫയർ കളിക്കുന്ന മിക്കവരും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം. അപ്പോൾ ഗൈസ് ഇതൊരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് കുറേ നാളായി ഞാൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്. സോ ഗൈസ് നമ്മൾ ഇന്നൊരു എഡിറ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ പിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. ആ പിക്ക് എൻ്റെ ഒന്നല്ല, ഞാനെടുത്ത ഫോട്ടോ ഒന്നല്ല, വേറെ ഏതാണ്ട് ഒരു യൂട്യൂബറിനെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്താണ്. സോ ഗൈസ് പിക്കിന് ക്രെഡിറ്റ് കൊടുക്കാൻ എനിക്ക് ആ പിക്ക് എടുത്ത ആളുടെ പേര് അറിയില്ല. സോ ആ പിക്ക് എൻ്റെ അല്ല, അത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് Picsart എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഗൈസ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. I'm the bad guy. Duh. സോ ഗൈസ് നമുക്ക് നമ്മുടെ ഇൻട്രോ തിരിച്ച് കിട്ടി ഗൈസ്. വലിയ നല്ല ഇൻട്രോ ഒന്നല്ല, എന്നാലും വേറൊരു ഇൻട്രോ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ ചെയ്യാൻ. അപ്പോൾ ഗൈസ് അടുത്ത നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഇൻട്രോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനായിട്ട് ഇത് നിങ്ങളുടെ ഫ്രീ ഫയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബാക്ക് പോവുക. അപ്പോൾ ഗൈസ് എൻ്റെ പ്രൊഫൈൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, വേറെ ആരുടെ ഒന്നല്ല. എൻ്റെ വലിയ നല്ല പ്രൊഫൈലൊന്നുമല്ല, നല്ലോണം മെയിൻറ്റെയിൻ ഒന്നും ഞാൻ ചെയ്തു പോകുന്നില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂട്യൂബേഴ്സിന് ചെയ്ത് കൊടുക്കണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മുടെ Picsart എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാകും. ഇതിൻ്റെ മോഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് ചെയ്യാനായിട്ട് വാട്ടർമാർക്കും അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാനെടുത്ത പിക്കൊന്നുമല്ല, വേറെ ആരുടെയോ പിക്കാണ്. അതുകൊണ്ട് ചെറുതായിട്ടേക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്രോപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ അടിയിലൊരു അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനും ജസ്റ്റ് ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ആ പ്രൊഫൈൽ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ ക്രോപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ക്രോപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നല്ല ക്രോപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ. അതിൻ്റെ ക്രോപ്പിൽ പോവുക. ക്രോപ്പിൽ പോയിട്ട് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും അതിൽ ഓൾറെഡി എടുക്കുന്നുണ്ടാവുക. അത് തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, ക്രോപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ക്രോപ്പായി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അത് നേരെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിത് ഇതുപോലെ ചെയ്യുക. ഞാൻ ചെയ്യണ പോലെ കറക്റ്റ് ചെയ്യുക. അതായത് ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ആയിട്ട് ഈ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫുള്ളായിട്ട് വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കണമെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിനും കൂടി വലുതാക്കി വെച്ചാൽ മതി. ഞാനിത് ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ഓക്കെ ആയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനോ ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് ഇത്തിരി കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു ഫോട്ടോ കയറ്റി വയ്ക്കണം അല്ലെങ്കിൽ സൂം ചെയ്ത് വെക്കണം എന്നൊക്കെ. അപ്പോൾ ഇനി പുറത്തേക്ക് വന്ന ഓപ്ഷൻസൊക്കെ മാച്ച് കളയാനായിട്ട് ഇവിടെ ഒരു ഇറേസറിൻ്റെ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് ഇത്തിരി കുറച്ചിട്ടിട്ട് ഇറേസറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കറക്റ്റ് മനസ്സിലാവില്ല എവിടേക്ക് മാക്കേണ്ടതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇറേസറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ആ ഒരു പേപ്പറിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്ത് വെച്ച ഫോട്ടോ കറക്റ്റ് നിങ്ങളിതുപോലെ ആ ഒരു കത്തി പിടിച്ച ഭാഗത്തൊന്നും ഇത് ആക്കാണ്ട് ആ പേപ്പറിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് വരുന്ന രീതിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണ പോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത്തിരി കൂടി ടൈം എടുത്ത് ചെയ്യാം. ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. സോ ഗൈസ് എല്ലാവരും ഇത്തിരി കൂടി ടൈം എടുത്തിട്ട് മായ്ക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലേക്ക് വന്നത് ഇത്തിരിയും കൂടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ഒപ്പാസിറ്റി കുറച്ചിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പാസിറ്റി ഇത്തിരിയും കൂടി നല്ലോണം കുറച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടിയിട്ട് ചെയ്യാം, ആസ് യു വിഷ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇൻവേർട്ട് കൊടുത്തിട്ട് ഈ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ മാച്ച് റീസ്റ്റോർ ചെയ്ത് കൊടുത്താൽ
കൊടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എഡിറ്റിംഗ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടി ടൈം എടുത്ത് ചെയ്യാൻ നോക്കുക, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ കോർണറും ആ ഒരു സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. സോ ഗൈസ്, നമ്മുടെ സംഭവം ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നേരെ ടിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ, ജസ്റ്റ് ടിക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പാസിറ്റി ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒപ്പാസിറ്റിയും ഒന്നും ചെയ്യേണ്ട, ഒപ്പാസിറ്റി ഫുള്ളായിട്ട് അങ്ങോട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് കറക്റ്റ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒപ്പാസിറ്റി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒപ്പാസിറ്റി കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് ഒന്നും കൂടി ആ ഒരു ഇറേസറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആക്കാനായിട്ട് ഒപ്പാസിറ്റി ഫുള്ള് 100% ഇടുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ പ്രോ മോഡിലല്ല സാധാരണ മോഡിലും കിട്ടും. അപ്പോൾ ബ്ലെൻഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ബ്ലെൻഡിൽ തന്നെ ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ഓവർലേ ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് നമ്മുടെ സാധനം പക്കയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തിരിയും കൂടി ഇവിടെ ചെറുതായിട്ടൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ റേസർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സംഭവം കഴിയാറായിട്ട് നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി കൂടി ലൈറ്റായിട്ടാണ് നിങ്ങൾക്ക് നിൽക്കണത്. നിങ്ങളുടെ പ്രൊഫൈൽ ഇത്തിരി കൂടി ഡാർക്കായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വേറെ കുറച്ച് ഇതിൻ്റെ ഇത് ഒരു മിനിറ്റ് അപ്പോൾ പറഞ്ഞുതരാം. സോറി, ആ മുകളിൽ ഇറേസറിൻ്റെ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഇത് 2 പിക്കായിട്ടുണ്ടാവും. അപ്പോൾ മുകളിലത്തെ നമ്മളിപ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത പിക്കിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ചെയ്തതാണ് ഇത്തിരി കൂടി ഡാർക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ സംഭവം. അത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തിരിയും കൂടി കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ പിക്സാർട്ടിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പിക്സാർട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തിരിയും കൂടി ഒന്ന് ഡാർക്കായിട്ട് കിട്ടാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സേവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെറുതെ ചെയ്യണതാണ്, എന്തിനാണെന്ന് എനിക്കൊന്നും അറിയില്ല. ജസ്റ്റ് ഇത്തിരി കൂടി ഡാർക്ക് ആക്കാനായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി കൊടുത്താലും മതി, സേവ് ആവും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേറെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഗൈസ് ഇത്തിരി കൂടി സ്ട്രെച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കുക. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇടാം, പോസ്റ്റായിട്ടൊക്കെ ഇടാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്, റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാകും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു വേറൊരു വീഡിയോ മറ്റൊരു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.